ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നരേന്ദ്രമോദിക്ക് ഭൂരിപക്ഷമില്ലെന്ന ആശങ്കയിൽ തകർന്നടിഞ്ഞതിനെ ആയുധമാക്കി രാഹുൽ ഗാന്ധിയുടെ പുതിയ മണ്ടത്തരം. രാഹുൽ ഗാന്ധിയെ ഇനി ആരും പപ്പു എന്നൊന്നും വിളിക്കരുത് കേട്ടോ. ഇയാളെ ഇപ്പോൾ ജനം അംഗീകരിക്കാൻ തുടങ്ങി എന്നൊക്കെ കുറച്ചായിട്ടൊന്ന് കേൾക്കാൻ തുടങ്ങിയതായിരുന്നു. അതിനെയെല്ലാം പാടെ തകർത്തുകൊണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധി പുതിയ ഐറ്റവുമായി എത്തിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് സർക്കാർ രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ BJPയെയും നരേന്ദ്രമോദിയെയും കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി എന്നൊക്കെയായിരുന്നു മാധ്യമങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്ത് കൊട്ടിഘോഷിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ധനമന്ത്രി നിർമ്മല സീതാരാമനും തിരഞ്ഞെടുപ്പ് കാലത്ത് ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു രാഹുലിന്റെ ആരോപണം. ഇത് ഓഹരി കുംഭകോണം എന്നാണ് രാഹുൽ ആരോപിച്ചത്. BJPയുടെ ഓഹരി കുംഭകോണം, അതായത് എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറി. അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകർന്നു. അതുമൂലം കോടിക്കണക്കിന് നിക്ഷേപകർക്ക് പണം നഷ്ടമായി എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ആരോപണം അമ്പെയ്തത്. എന്ത് പറയാൻ, ഇങ്ങനെ സ്വയം അപഹാസ്യനാകുന്ന ഒരു രാഷ്ട്രീയക്കാരനെ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി നമുക്ക് വസ്തുതകളൊന്ന് പരിശോധിക്കാം. അതായത് എക്സിറ്റ് പോൾ ഫലം വന്ന ശേഷമുള്ള പ്രവൃത്തി ദിവസം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കുതിച്ചു കയറുകയായിരുന്നു. നിഫ്റ്റി 23,307 വരെ ഉയരത്തിൽ എത്തി. അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മാർക്കറ്റ് തകരുകയും നിഫ്റ്റി സൂചിക 21,300 വരെ താഴുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ന് നിഫ്റ്റി സൂചിക എത്തി നിൽക്കുന്നത് 23,290.15 അതായത് വെറും 2 ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് വീണ്ടും അതീവ ശക്തി പ്രാപിച്ച് തിരികെ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ കുതിച്ചതും തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം തകർന്നടിഞ്ഞതും എന്ന് ചിന്തിക്കാനുള്ള മൂള രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയി എന്ന് വേണം പറയാൻ. BJP ഭരണം വീണ്ടും വരും എന്ന എക്സിറ്റ് പോൾ ഫലം നിക്ഷേപകർക്ക് ആവേശം നൽകുന്നതായിരുന്നു. ഇന്ത്യ വീണ്ടും സാമ്പത്തിക രംഗത്ത് കുതിക്കും എന്നും ഇന്ത്യയിൽ വൻകിട നിക്ഷേപങ്ങൾ അടുത്ത 5 വർഷം വരും, ഇന്ത്യൻ ഇക്കോണമി അടുത്ത 3 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകും എന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഇന്ത്യയിലെയും വിദേശത്തെയും കോടിക്കണക്കിന് നിക്ഷേപകർക്ക് മനസ്സിലായി. അതുകൊണ്ട് മാർക്കറ്റ് അന്ന് കുതിച്ചു കയറി. അതേസമയം തന്നെ തിരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയപ്പോൾ അഴിമതിക്കാരും മതതീവ്രവാദികളും അടങ്ങുന്ന രാഹുൽ ഗാന്ധി എന്ന മഹാൻ നയിക്കുന്ന അവിയൽ മുന്നണി ഇന്ത്യയുടെ ഭരണം പിടിക്കും എന്ന വിപണി ഇടയ്ക്കൊന്ന് സംശയിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യൻ സാമ്പത്തിക വിപണി പിന്നെ തകർന്ന് തരിപ്പണമാകുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതാണ് നിക്ഷേപകർ അന്ന് പരിഭ്രാന്തരായി സ്റ്റോക്കുകൾ വിറ്റഴിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി വന്നപ്പോൾ നിക്ഷേപകർക്ക് ആശ്വാസമായി. കാരണം ഹമാസ് മുന്നണി ഇന്ത്യ ഭരിക്കില്ല എന്ന് അവർക്ക് ബോധ്യമായി. അതോടെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപകർ തിരിച്ചു വരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇനിയിപ്പോൾ വീണ്ടും ഹമാസ് മുന്നണി ഇന്ത്യ ഭരിക്കും എന്ന അവസ്ഥ വന്നാൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും തകർന്നടിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിക്ഷേപകർ കൂട്ടത്തോടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പിൻവലിയും. വിദേശ നിക്ഷേപം അടക്കം ഇന്ത്യയിൽ ഇല്ലാതാകും. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പകുതിയായപ്പോൾ ഇന്ത്യയിലെ വ്യാപാരി സമൂഹം വലിയ ആശങ്കയിലായിരുന്നു. എന്തുകൊണ്ടാണ് BJP ഭരണത്തിൽ ഇന്ത്യയിൽ വൻകിട നിക്ഷേപം ഉണ്ടാകുന്നു എന്നും സ്റ്റോക്ക് മാർക്കറ്റുകൾ വൻ കുതിപ്പ് നടത്തുന്നു, സാമ്പത്തികമായി ഇന്ത്യ കുതിക്കുന്നു എന്നും കോൺഗ്രസ് ഭരണത്തിൽ വരുന്നു എന്ന് കേട്ടാൽ നിക്ഷേപകർ ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നു എന്നും ആലോചിക്കാനുള്ള ഒരു മൂള അയാൾക്ക് ഇല്ലാതായിപ്പോയി. സ്വയം ട്രോള് ചെയ്യുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും അദ്ദേഹത്തെ വിളിക്കാമായിരുന്നു. രാഹുൽ ഗാന്ധി മണ്ടനോ ക്രിമിനലോ ആകട്ടെ, അയാൾ ഇന്ത്യ ഭരിക്കും എന്ന് കണ്ടാൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ തകർച്ച നമുക്ക് കാണിച്ചു തന്നത്. രാഹുൽ ഗാന്ധി ഭയം പോയതോടെ ഇന്ത്യ വീണ്ടും മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. അവിയൽ പാർട്ടി വരും എന്നുള്ള പേടിയിൽ ഷെയർ മാർക്കറ്റ് ഡൗൺ ആയി. അതിൽ നിന്ന് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധിയിലും അവിയൽ പാർട്ടിയിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം.